പഞ്ചപാണ്ഡവരാൽ പ്രതിഷ്ഠിതമായ 5 ക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്തി KSRTC ആരംഭിച്ച തീർത്ഥാടന യാത്ര സമാപിച്ചു. ആറന്മുള വള്ളസദ്യ കഴിക്കാനുള്ള അവസരം ഒരുക്കിയതും പഞ്ചപാണ്ഡവ ക്ഷേത്ര തീർത്ഥയാത്രയെ വൻ വിജയത്തിലെത്തിച്ചു. 75 ദിവസം നീണ്ടുനിന്ന പഞ്ചപാണ്ഡവ ക്ഷേത്ര തീർത്ഥയാത്രയിൽ 336 ട്രിപ്പുകളിലായി 14,500ഓളം പേരാണ് പങ്കാളികളായത്. പാണ്ഡവർ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിയിരുന്നതായി ഐതിഹ്യമുള്ള വിവിധ ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് KSRTC പഞ്ചപാണ്ഡവ ക്ഷേത്ര തീർത്ഥയാത്ര സംഘടിപ്പിച്ചത്. ബജറ്റ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു യാത്ര. യാത്രയിൽ പങ്കെടുക്കുന്നവർക്ക് ആറന്മുള വള്ളസദ്യ കഴിക്കാൻ അവസരമൊരുക്കിയത് തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ആറന്മുള പള്ളിയോട സേവാ സംഘവുമായി സഹകരിച്ചാണ് വള്ളസദ്യ നൽകിയത്. വള്ളസദ്യകളുടെ അവസാന ദിവസമായ ഇന്നലെ KSRTC CMD പ്രമോദ് ശങ്കറും സദ്യയിൽ പങ്കെടുക്കാനെത്തി. സദ്യ വേറിട്ട അനുഭവമായതായി അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 75 ദിവസമായി ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾക്കും മറ്റും ഭക്തജനങ്ങളെ ഇവിടെ നമുക്ക് എത്തിക്കാനായി. 14,500ഓളം പേരെ 336 KSRTC ട്രിപ്പുകൾ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ വളരെ സുരക്ഷിതമായിട്ട് ആനന്ദദായകമായിട്ട് നമുക്കിവിടെ എത്തിച്ചേർക്കാൻ കഴിഞ്ഞത്. വള്ളംകളി സദ്യയും ഇന്ന് നമ്മൾ അതിൻ്റെ ഭാഗമായി ഞങ്ങളെല്ലാവരും KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഭാഗമായിട്ടുള്ള ഇവിടെ നിൽക്കുന്ന എല്ലാവരും അതിൻ്റെ കൂടെ വളരെ കാര്യമായി പങ്കെടുക്കാനായി. കണ്ണൂരിൽ നിന്നെത്തിയ തീർത്ഥാടകരും വള്ളസദ്യയുടെ അനുഭവങ്ങൾ പങ്കിട്ടു. വളരെ ഇഷ്ടപ്പെട്ടു. ഈ KSRTC ബസ്സിൽ വന്ന യാത്ര വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ കുറെ യാത്ര വന്നിനി. ശബരിമലയ്ക്ക് 4 പ്രാവശ്യം വന്നു. എല്ലാം നല്ല യാത്ര തന്നെയാണ്. എല്ലാ സമയത്തും എനിക്ക് ഏതൊരു ക്ഷേത്രത്തിനും ഭക്ഷണം കിട്ടലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മലക്കലം പോയിട്ട് ഓരോ സ്ഥലത്തും എല്ലാ അമ്പലത്തിൽ തന്നെയാണ് ഭക്ഷണം കിട്ടില്ല. പക്ഷെ എനിക്ക് അതുകൊണ്ട് ഇപ്രാവശ്യം എൻ്റെ ആറന്മുള അമ്മേൻ്റെ അടുത്ത് കിട്ടിയതിൽ വളരെ സന്തോഷം. 4 ക്ഷേത്രങ്ങൾ കണ്ടു. ഇനി ഒരെണ്ണം കൂടെ കാണാനായിട്ട് പോകുന്നു. ഗുഹാക്ഷേത്രം കാണാൻ പോകുന്നു. പിന്നെ സദ്യ കിട്ടി. സദ്യ നല്ല സദ്യയായിരുന്നു. വടക്കൻ ജില്ലകളിൽ നിന്നുള്ള തീർത്ഥാടകർക്കും കേട്ടറിവ് മാത്രമുണ്ടായിരുന്ന വള്ളസദ്യയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമാണുള്ളത്. കണ്ണൂരിൽ നിന്ന് ഈ വർഷം 10 ട്രിപ്പുകൾ ഉണ്ടായിരുന്നതായി KSRTC ജീവനക്കാരൻ രജീഷ് പറഞ്ഞു. യാത്രക്കാർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ ഇതിന്റെ കൂടെ ചോറ്റാനിക്കര, വൈക്കം, കടുത്തുരുത്തി, ഏറ്റുമാനൂർ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചാണ് ഇവിടെ വരുന്നത്. ഇതിനുശേഷം ഈ പഞ്ചപാണ്ഡവ ക്ഷേത്രം കൂടാതെ മണ്ണാറശാല നാഗരാജ ക്ഷേത്രവും അതുപോലെ തന്നെ അമ്പലപ്പുഴ ക്ഷേത്രവും കൂടി കണ്ടിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.